കേരള മുസ്ലിം സമൂഹം നാളൊട്ട് കാത്തിരുന്ന ആ മഹാസംഗമത്തിന് ഇന്ന് ഈ വേദി സാക്ഷിയാവുകയാണ്. ദിനരാത്രങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കടന്ന് മണിക്കൂറുകൾ കടന്ന് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദി ഈ സദസ്സ് ജനസാഗരമാവാൻ പോവുകയാണ്. 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ചരിത്രം പിറവിയെടുക്കാൻ പോകുന്ന സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കൂടെ പ്രിയപ്പെട്ട അയ്യൂബ് മാസ്റ്റർ ചേരുന്നുണ്ട്. മാഷെ, എങ്ങനെയാണ് സ്റ്റേജിൻ്റെയും മുൻവേദിയുടെയൊക്കെ ഒരുക്കങ്ങളെക്കുറിച്ച്? അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഇതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഉള്ളത്. അവസാന ലാപ്പിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്റ്റേജിൻ്റെ അവസാന മിനുക്കുപണികൾ, അറേഞ്ച്മെൻറ്റുകൾ, VIP ഇരിക്കുന്ന ഏരിയകൾ, മീഡിയ ഇരിക്കുന്ന ഏരിയകൾ, ദായികൾ സമർപ്പിക്കുന്ന ഏരിയ, അതൊക്കെ നിശ്ചയിച്ച് അതിൻ്റെ ഒരുക്കങ്ങളിൽ അവസാന ഘട്ടത്തിൽ ഒരു എന്താ പറയുക ഒരു അവസാന ഘട്ടത്തിൻ്റെ ഒരുക്കങ്ങളാണ് എല്ലാ ആളുകളും ഉള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ ഗ്രൗണ്ട് നിറഞ്ഞ രൂപത്തിലാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു 12 മണി കഴിയുമ്പോഴേക്കും മൊത്തം നിറയുന്ന രൂപത്തിൽ ജനസാഗരം തീർക്കും, യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും ഒരുപാട് കാലത്ത് ഹൈദൽ ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ട് 10 വർഷം അതിങ്ങനെ കാണുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിങ് ഇന്ന് രാത്രി കഴിയുമ്പോഴേക്കും നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഒരുപാട് ആളുകൾ ആലോചിച്ച് ഗൾഫിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ ഒരു ആളുകൾ ഇപ്പോഴേ ഈ സ്റ്റേജിനെ കുറിച്ചും അതിൻ്റെ ഇരുത്തത്തെക്കുറിച്ചും എല്ലാം ചർച്ചകളാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അത് കാണാനാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇത് കാണണം, ഇതിൻ്റെ സെറ്റിങ്സ് കാണണം. ഇതിൻ്റെ കൗതുകമാണ്. 1000-1200 ആളുകൾ ഇരിക്കുന്ന സ്റ്റേജ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുകൾ, അതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇതൊക്കെ കാണാനുള്ളൊരു കൊതിയും ഒരു ഉത്സാഹവും അതൊക്കെ ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ, പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ ഇതിന് മനോഹരം ഓടി നടക്കുകയാണ്. ഏതായാലും ഇതൊരു ചരിത്രമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ നമ്മളൊക്കെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഏതൊരു കാര്യം ചരിത്രം പിറവിയെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജും ചരിത്രമായി തീരുമ്പോൾ ഒരു നീലക്കടലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മേഖല അല്ലെങ്കിൽ കൂടും എല്ലാ മേഖലയിലും ജോലി എടുക്കുന്ന ഒരു നീലപ്പട. എന്താണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്? വിഖായ അത് ഈ സമൂഹത്തിന് സമസ്ത SKSF നൽകിയൊരു സംഭാവനയാണ്. ഹിദുമത്ത് ചെയ്യാൻ, സന്നദ്ധ സേവന പ്രവർത്തനം ചെയ്യാൻ എന്തും ത്യജിച്ച് ഏത് സമയവും 24 മണിക്കൂർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല മനോഹരമായ ഇതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ വർക്കുകളും അറിയുന്ന പ്ലംബറാണ് പ്ലംബർ, ഒട്ടിക്കാനാണ് ഒട്ടിക്കൽ, ആശാരിമാരാണ് ആശാരിമാർ, അങ്ങനെ എന്തിനും ഇനി ടെക്നിക്കലാണെങ്കിൽ അങ്ങനെ എന്തിനും സജീവമായിട്ടുള്ള നീലപ്പട്ടാളമാണ് ഇതിൻ്റെ ഈ സ്റ്റേജിൻ്റെ പുറകിലുള്ളത്. അത് സമസ്തയുടെ മക്കളാണ്. അത് ഹൃദയം നിറഞ്ഞ് കുടുംബ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇതിൻ്റെ വിജയശില്പികളിൽ ഒരാളാകാൻ വേണ്ടിയിട്ട് വന്നത് അവരാണ് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടം. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പോവുകയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് ക്യാമ്പുകളിലും അതുപോലെ തന്നെ എക്സ്പോകളൊക്കെ ആയിട്ട്. ഇനി ഈ ഒരു 100ാം വാർഷിക മഹാസമ്മേളനം, ജനസാഗരം തീർക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇൻഷാ അല്ലാഹ് ഒരാളായിട്ട് അറിയപ്പെടും.